ഒരു മാസമായിട്ടുള്ള മോളിവുഡിൻ്റെ പോക്ക് ഭയങ്കര ഭീകരമാണ്, എന്നാൽ അല്പം വിയേർഡാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? പാൻ ഇന്ത്യനാണെന്ന് പറയും, മാഗ്നം ഓപ്പസ് ആണെന്ന് പറയും, ബാഹുബലിയുടെ മോളിൽ നിൽക്കുന്ന സിനിമയാണെന്ന് പറയും. പക്ഷെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. എന്താടാ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു തരത്തിലും സിങ്ക് ആവാത്ത സിനിമകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള മേക്കേഴ്സിൻ്റെ കോൺഫിഡൻസ് കണ്ടിട്ട് ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ. കിങ് ഓഫ് കൊത്ത, ഒടിയൻ, മാമാങ്കം, മരക്കാർ, അറബിക്കടലിലെ സിനിമ ഇങ്ങനെയുള്ള സിനിമകൾ ഇറക്കി ഓഡിയൻസിനെ പറ്റിക്കുന്നതാണ് ഇവിടുത്തെ ഒരു സൈക്കോത്തരം. അധികം ആളുകളും മൈൻഡാക്കാത്ത പ്രീ റിലീസിലിരിക്കുന്ന സിനിമകൾ ഇതിനിപ്പോൾ സ്റ്റാർസിൻ്റെ പടമായാലും വല്ലാണ്ട് ഗവനിക്കുന്നുണ്ടാവുന്നില്ല. പക്ഷേ അത്യാവശ്യം നല്ല റണ്ണ് വരുന്നു. കണ്ണൂർ സ്ക്വാഡ്, നേരൊക്കെ അങ്ങനത്തെ സിനിമകളാണ്. അതും ഒരു കോർട്ട് റൂം ഡ്രാമയ്ക്ക് മലയാളം ഓഡിയൻസ് ഞാൻ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അതായിരുന്നു നേരിൻ്റെ കേസ്. പക്ഷേ ഇതിനേക്കാൾ വിയേർഡാണ് പ്രേമലുവിൻ്റെയും മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒക്കെ കാര്യം. കാരണം ഗിരീഷ് ഏടി സിനിമകൾക്ക് പൊതുവെ ഓഡിയൻസും ഉണ്ട്, പക്ഷെ ഒരു 100 കോടി പോസിബിലിറ്റി ഒക്കെ ഇപ്പോൾ ഉള്ള അങ്ങനത്തെ ഒരു ഗ്രോത്തുള്ള സിനിമ, അതും ഇപ്പോൾ SS കാർത്തികേയ തെലുങ്കിൽ റിലീസ് ചെയ്യുന്നു. ഇവിടെ ഹൈപ്ഡായി വരുന്ന സിനിമകൾക്ക് പോലും റീസെൻ്റ്ലി ഈ ലെവൽ പുഷ് കിട്ടിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് മോളിവുഡിൻ്റെ മറ്റൊരു സൈക്കോത്തരം. സുഷിൻ ശ്യാം വന്ന് ഹൈപ്പ് ചെയ്തു എന്ന് വെച്ച് ആദ്യമൊക്കെ കൊച്ചിയിലെ ബുക്കിംഗ് ഒക്കെ ഇങ്ങനെ വരുമോ എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഡൗട്ട്. ഈവൻ ആദ്യ ദിവസം ഞാൻ മഞ്ഞുമല പോയി കണ്ടപ്പോൾ ഒരുതരം ഫാൻ ഷോക്ക് കയറി വന്ന പോലത്തെ ഒരു വൈബായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ മഞ്ഞുമലിൻ്റെ ഗ്രോത്ത് ഇൻസൈനാണ്. കാരണം ഇവിടെ നിന്നുള്ളത് പോട്ടെ, തമിഴ്നാട്ടിൽ കയറി സകലമാന മലയാളം സിനിമകളുടെ ഫൈനൽ ബിസിനസ് തകർത്ത് അവിടെ റണ്ണ് ചെയ്യണമെങ്കിൽ ഇതൊരു അപാര ട്രെൻഡ് തന്നെയാണ്. വന്ന് അവിടെ ഇപ്പോൾ ഒരു ഡേ അടിക്കുന്ന ഗ്രോസ് കേരളത്തിൽ മഞ്ഞുമലിന് ഇല്ല. അവിടെയും തമിഴ്നാട്ടിൽ കേരളത്തിനേക്കാൾ മഞ്ഞുമലിന് വർക്കാവാൻ പറ്റുന്നുണ്ട്. പൊലിമുരുകൻ, ലൂസിഫർ പോലെയുള്ള സിനിമകൾ 100 കോടി കടക്കുന്നത് ഓക്കെ, സ്റ്റാർ ഫിലിംസ്, ഹൈപ്പ് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവും. പക്ഷേ ഇപ്പോൾ ഈ 100 കോടി ട്രെൻഡ് അല്പം സ്ട്രെയിഞ്ച് ആയെന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം 2018 ഒരാളും പ്രീ റിലീസിൽ മൈൻഡ് ചെയ്യാത്തൊരു സിനിമയാണ്. അതൊക്കെ വെച്ച് റിലീസായ 100 കോടി കടന്ന് ഈവൻ ഇൻഡസ്ട്രി ഹിറ്റ് വരെ അടിച്ച് ഇപ്പോൾ മഞ്ഞുമ്മൽ TNL റണ്ണൊക്കെ നോക്കിയിട്ട് 100 കോടി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തെലുഗു സ്റ്റേറ്റ്സിലും പ്രേമലുവിന് ഒരു 20 കോടിയൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റിയാൽ അതും ഒരു 100 കോടി പോസിബിലിറ്റി ഉള്ളൊരു സിനിമയാണ്. ഒരു സ്റ്റാർ ഡ്രൈവൺ സിനിമകളല്ലാഞ്ഞിട്ട് പോലും മിക്ക സ്റ്റാറുകളുടെയും റെക്കോർഡ് തകർക്കുന്ന ഈ സിനിമകളുടെ ട്രെൻഡ് ഒരു അത്ഭുതമാണ്. 2018 മഞ്ഞുമൽ ബോയ്സും സർവൈവൽ ത്രില്ലേഴ്സ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ സർവൈവൽ ത്രില്ലർ ഇറക്കി കോടികൾ ഉണ്ടാക്കാമെന്ന് ഓവർ കോൺഫിഡൻസ് വരും. അതിലിനി തട്ടിക്കൂട്ടി കുറേ പടം പടച്ചു വിടും. റിയലിസ്റ്റിക് ജോൺറ എന്ന് പറഞ്ഞ് പരിപ്പോടെ ഇറക്കി വിട്ട പോലെ, എന്നിട്ട് അതിൻ്റെ പ്രാക്ക് മൊത്തം പോത്തായിട്ടന് കിട്ടിയ പോലെ വെറുതെ കുറേ ആളുകൾ ജൂഡ് ആൻ്റണിയും ചിദംബരത്തിനെയും ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും 100 കോടി അടിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.